പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം ഒരു ന്യൂസ് കണ്ടു. അതായത് ഇസ്രായേൽ ഭടന്മാർ ഒരു നേതാവിനെ ഹിസ്ബുള്ളയുടെ നേതാവാണെന്ന് തോന്നുന്നു ഇന്നലെ അതായത് ഇറാൻ്റെ അധീനതയിൽ അണ്ടറിലുള്ള ഒരു കൊലയാളി സംഘമാണ് ഹിസ്ബുള്ള എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഹിസ്ബുള്ളയാണോ എന്തോ ആട്ടെ ഒരു നേതാവിനെ ഇസ്രായേൽ സൈന്യം കൊന്നു. അതിനെക്കുറിച്ച് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമാനി പറഞ്ഞത് ഇസ്രായേൽ കരയേണ്ടി വരുമെന്ന്. ആയത്തുള്ള ഖുമാനി പരമോന്നത നേതാവേ, തീർച്ചയായിട്ടും ഇസ്രായേൽ കരയും ഒരു ദിവസം. അത് താങ്കൾ പറയാതെ തന്നെ ലോകത്തിനറിയാം. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ എഴുതി വച്ചിട്ടുമുണ്ട്. അന്ന് ഇസ്രായേൽ ജനം കരയേണ്ട സാഹചര്യം വരുമ്പോൾ അവർ കരയുന്നത് തങ്ങളുടെ സൃഷ്ടാവിനെ നോക്കി നിലവിളിക്കുകയായിരിക്കും. അത് നിങ്ങളല്ല, ലോകത്തിൻ്റെ ഏത് രാഷ്ട്രം നോക്കിയാലും അവരെ തരിശാക്കാൻ ഉന്മൂലനം ചെയ്യാനൊക്കത്തില്ല. നിങ്ങളല്ല എങ്കിൽ ലോകം കണ്ടു. ഒരു കാലത്ത് ഇസ്രായേലിനെ എല്ലാവരും കൂടെ നശിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഈ അടുത്ത സമയത്തും അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ചാനലിൽ പറഞ്ഞു. വേറൊരു കാര്യം നടന്നതിനെക്കുറിച്ച്, ഇസ്രായേലിനെ കൂടെ നശിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞ് അവരെ നോക്കി നിലവിളിക്കും. അപ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനിറങ്ങും. അപ്പോൾ ഇവർക്കെതിരായിട്ട് വന്നവർ അന്യോന്യം വെട്ടിവരിക്കും. നിങ്ങളത് ബൈബിളെടുത്ത് വായിക്കേ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ നടന്നുകൊണ്ടിരിക്കുക. ചൈനയുടെ സിൽക്ക് പാത, നൈൽ നദി വരളുന്നു. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ചിന്തിച്ചാൽ മതി. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമായി ഇന്നേക്ക് 2000 വർഷം മുമ്പ് എഴുതിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് യായത്തുള്ള ഖുമാനിയൊന്നും വലിയ ഗൗരവമായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇസ്രായേൽ കരയത്തില്ലെന്നില്ല, കരയും. അവർ കരയുന്ന നാളിൽ നിൻ്റെയൊക്കെ അന്ത്യമാണെന്ന് കണ്ടു. ഇത്രയും ഇപ്പം എനിക്ക് പറയാനുള്ളൂ.